നമസ്കാരം. കേരളത്തിലെ NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. കൊച്ചിയിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയായിരുന്നു BDJS സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാറിന്റെ സന്ദർശനം. SNDP യോഗവും മുഖ്യമന്ത്രിയും ഇടഞ്ഞു നിൽക്കുകയും നേർക്കുനേർ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ സന്ദർശനം നടന്നത്. വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരിന്റെ മഞ്ഞുരുക്കുകയാണ് തുഷാറിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഭരണമാറ്റത്തിന്റെ വെളിച്ചത്തിൽ മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി അകത്താകാൻ സാധ്യതകൾ നിലനിൽക്കെയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ്. കേസിലെ അന്തിമ റിപ്പോർട്ട് ജൂൺ 20 അതിനു മുൻപോ സമർപ്പിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ ഈ കേസിൽ വെള്ളാപ്പള്ളി പെടും. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങവെയാണ് തുഷാർ മുഖ്യമന്ത്രിയെ വീട്ടിലെത്തി കാണുന്നത്. മുഖ്യമന്ത്രിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നല്ലതും മോശവും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും SNDP യോഗത്തിന്റെ അഭിപ്രായമല്ല. വെള്ളാപ്പള്ളി VD സതീശൻ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് തുഷാർ പറഞ്ഞതും. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാനില്ല എന്ന നിലപാടെടുക്കുകയും അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സതീഷിനെതിരെ SNDPയും NSSും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നിക്കുകയും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും സതീഷിനെതിരെ ആഞ്ഞടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ വിവാദം രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയും ചെയ്തിരുന്നു. നിലവിൽ NSSും SNDPയും ഇടത് അനുകൂല നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. രണ്ട് സമുദായ സംഘടനകളും പിന്തുണച്ചിട്ടും ഇടതുമുന്നണി തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതും ചർച്ചയായിരുന്നു. സമുദായ സംഘടനകളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് UDF അധികാരത്തിൽ വന്നപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇതോടെയാണ് അനുരഞ്ജനവുമായി തുഷാർ എത്തി മുഖ്യമന്ത്രിയെ വീട്ടിലെത്തി കാണുന്നതും